വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു സമൂസ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ബീഫ് വേവിപ്പിച്ച് വെച്ചതാണ്. ഉപ്പും മഞ്ഞളും മുളകെല്ലാം ഇട്ടിട്ട്. ഇനി വേണ്ടത് ഉള്ളിയാണ്. ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഉള്ളി ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടാണുള്ളത്. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി കുറച്ച് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കുക. അതിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കുക. വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂണ് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇട്ട് കൊടുക്കേണ്ടത് നേരത്തെ വേവിപ്പിച്ച് വെച്ച ബീഫ് ഒരു മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതാണിത്. എന്നിട്ട് അതും നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പം നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. സമൂസേൻ്റെ ഉള്ളിൽ വെക്കണ്ടേ. സമൂസ ഉണ്ടാക്കാൻ വേണ്ടി ഗോതമ്പ് പൊടിയും മൈദയും കൂടി മിക്സ് ചെയ്തിട്ട് കുഴച്ച് വെച്ചതാണിത്. അത് ചെറിയ ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഒരു ഷീറ്റ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് അതിലേക്ക് മസാലയും കൂടി ഇട്ടിട്ട് സമൂസയാക്കിയിട്ട് എടുക്കുക. ഇതുപോലെയാണ് നമ്മൾ മടക്കൽ. നിങ്ങളെങ്ങനെയാണ് മടക്കൽ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഏകദേശം എല്ലാം നമ്മൾ സമൂസയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കണം. അതിനുവേണ്ടി ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ അതിൽ ഓരോന്നിട്ടിട്ട് പൊരിച്ചെടുക്കുക. വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ അടിപൊളി ഹോം മെയ്ഡ് സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.